പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിലേക്കാണ്. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ? ഇന്നൊരു സമ്മർ ക്യാമ്പ്. അതെ, ഒരു കൊക്കോമെലൺ തീമിൽ ഒരു സമ്മർ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1 hour ആണ് ഒരു കുട്ടിക്ക് സ്ലോട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ആ 1 hourന്റെ സ്ലോട്ട് എടുത്തിട്ട് പോവാണ്. ഹൈയുടെ ടൈം എത്രയാ? 1 hour ആണ്. എത്ര മണിക്കാ കയറേണ്ടത്? 7 മണിക്കാണ് കേട്ടോ ഹൈക്ക് കയറേണ്ടത്. ഏട്ടന്റെ കൂടെ പോകുന്നത് കൊണ്ട് ഞങ്ങൾ 5:30 ഇറക്കി. 5 മണിയാണ് പറഞ്ഞിരുന്നത്. ഒരു 2 മണിക്കൂർ എവിടെ പോയെന്ന് ഇറങ്ങിയാലും നമ്മൾ 2 മണിക്കൂർ നേരത്തെ പോകുക എന്നതാണ് ഏട്ടന്റെ തത്വം. അങ്ങനെ അവിടെ കുറെ സമയം നമ്മള് പോസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതിനൊക്കെയാണ്. പിന്നെ കുഴപ്പമില്ല, എല്ലാ കടയും ഉള്ളത് കൊണ്ട് നമുക്ക് പപ്പ എല്ലാ കടയിലും കയറ്റും. ബാക്കി പല്ല് കാണിക്കില്ലേ, ആൾക്കാർ പേടിച്ചു. അകത്തോട്ടുള്ള പല്ലല്ല. ഹയുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? കാണുന്നവർക്ക് സിമ്പിളും ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടും. അതാണ് ഹെയർ സ്റ്റൈലിന്റെ സ്പെഷ്യാലിറ്റി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും മാളിൽ പോയിട്ട് കാണാം. അവിടെ എന്തൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ക്യാമ്പില് ഹൈക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നും. നല്ല ക്യാമ്പാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും പോയി അറ്റൻഡ് ചെയ്യണം. ഓൾമോസ്റ്റ് നല്ലതായിരിക്കും. കാരണം ഈ കൊക്കോമെലൺ ടീമില് ആ ക്യാരക്ടേഴ്സിനെയൊക്കെ അവിടെ കാണാൻ പറ്റാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ പിള്ളേർക്കെല്ലാം എക്സൈറ്റിംഗ് ആയിരിക്കുമല്ലോ. അന്ന് പെപ്പ പിഗിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് നമുക്ക് ടൈം ഇല്ലായിരുന്നു. നമ്മൾ സിനിമയ്ക്ക് പോയതല്ലേ, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. അന്ന് ഹൈക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അന്ന് സിനിമയ്ക്ക് പോകണമെന്നുള്ള ഒരു മൂഡിലായതുകൊണ്ട് ഹൈ ഓക്കെ ആയിരുന്നു, നമുക്ക് സിനിമയ്ക്ക് പോകാൻ. ഹൈ അന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോയത്. ഹൈക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് ഹൈ അന്ന് ഓക്കെ ആയിരുന്നു സിനിമയ്ക്ക് കയറാൻ. അപ്പൊ അന്ന് അങ്ങനെ കുറെ സമയം നമ്മൾ അന്ന് പേപ്പ പിഗിനെയൊക്കെ നോക്കി. അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും അവിടെ എക്സൈറ്റിംഗ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ 1 hourനുള്ളില് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? സംഭവം വേർത്താണോ? പോയാൽ കൊള്ളാവോ? കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും? ഈ കാര്യങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ നിങ്ങളടുത്ത് എല്ലായിടത്തും ഞങ്ങൾ പറയുന്നതായിരിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ഉറക്കെ പറയേ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ് മാൾ ഓഫ് ട്രാവൻകൂറിൽ. അപ്പൊ ഫ്രണ്ടില് തന്നെ കൊക്കോമെലൺ തീമിന് വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഹയാണ് ഞങ്ങളെ ഫ്രണ്ട് ഓടുന്നത് കേട്ടോ. ഹൈക്ക് അങ്ങ് കയറിയ ക്യാമ്പ് അപ്പൊ തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ പുള്ളിക്കാരി ഓടുന്നത്. ഹയുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അത് കാരണമുള്ള എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അവളുടെ ഈ ഓട്ടവും ബഹളവും ഒക്കെ. ഇനി നമുക്ക് നോക്കാം കൊക്കോമെലൺ തീമിൽ എന്തൊക്കെയാണ് നമുക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ പുറത്ത് തന്നെ നമ്മൾ അട്രാക്ട് ചെയ്യാനായിട്ട് കൊക്കോമെലൺ ടീമിന്റെ വലിയൊരു ബൗൺസി കാസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ എൻട്രൻസ് വഴി, മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ. മെയിൻ എൻട്രൻസ് വഴി കയറുമ്പോൾ ഈ കൊക്കോമെലൺ തീമിലെ ക്യാരക്ടേഴ്സ് ആയ ജെ, ടോം, യോയോ ഇവരുടെ ഒരു അടിപൊളി ഡോൾ സ്റ്റാച്ചു അവിടെ പിള്ളേരെ അട്രാക്ട് ചെയ്യും വിധം വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നേരെ പോകുമ്പോൾ ഈ കൊക്കോമെലൺ തീമിൻ്റെ വലിയൊരു പ്ലേ ഏരിയ, സ്റ്റേജ് ഇതെല്ലാം കൂടെ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ട്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. പിന്നെ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഗിഫ്റ്റ് കൂപ്പണും പിന്നെ ഇവരുടെ കയ്യിൽ കെട്ടാനുള്ള ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആ ക്യാമ്പ് ഏരിയ. എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന രീതിക്ക് വളരെ കളർഫുള്ളായിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് ആ മാളിൻ്റെ ഒത്ത നടുവിലായിട്ട് എവിടെ നിന്നാലും വ്യൂ കിട്ടുന്ന രീതിക്കായിരുന്നു ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും വൗച്ചേഴ്സാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ബോണസ് വൗച്ചേഴ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഒരു ഫ്രീ നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഒന്ന് ചിക്കിങ്ങിൽ നിന്ന് ഒരു സ്നാക്സ് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ബൗൺസിങ് 15 minutes ഒരു ബൗൺസിങ്. അപ്പം നമ്മൾ എന്തായാലും നേരത്തെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ബൗൺസിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, കാർഡൊന്നും തരുന്നില്ല, കൊണ്ടോടുകയാണ്. അപ്പോൾ എന്തായാലും ആ വൗച്ചേഴ്സൊക്കെ വെച്ചിട്ട് അപ്പം എന്തായാലും വന്നത് വേർത്താണ് കേട്ടോ.
അതുകൂടാതെ പ്ലയാസയിൽ നമ്മുടെ ആ കാർഡിൽ 300 rupees ആഡ് ഓൺ ചെയ്യാനും പറ്റും. ഇത്ര എന്തായാലും നേരത്തെ എത്തിയ സ്ഥിതിക്ക് ഹയയുടെ ആഗ്രഹപ്രകാരം ആദ്യം പോയത് ബൗൺസിങ്ങിനായിരുന്നു കേട്ടോ. അങ്ങനെ 15 minutes ബൗൺസിങ്ങിനായിട്ട് അവൾ കയറാൻ പോവുകയാണ്. അകത്ത് ഇവിടെ കണ്ടപ്പോഴേ ഇവിടെ കയറണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഹയയാണ്. എന്തായാലും അവളുടെ ആഗ്രഹം സഫലമായി. അവിടെ നിന്ന് ആ കൂപ്പൺ വഴി അവൾക്ക് 15 minutes അവിടെ കളിക്കാനായിട്ടുള്ള ഓഫർ കിട്ടിയില്ല. എന്തായാലും 15 minutes ഹയ അവിടെ കളിക്കാൻ കയറി. അപ്പോൾ പിന്നെ ഞങ്ങൾ നിന്ന് പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഓരോ ഐസ്ക്രീം ഞങ്ങൾക്ക് 2 പേർക്കുമായിട്ട് വാങ്ങി കേട്ടോ. പുള്ളിക്കാരി അവിടെ ബൗൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ആ പരിസരത്ത് എവിടെയാണെന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം കയ്യിൽ കിട്ടിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നിന്നൊരാൾ ഇങ്ങനെ എന്നെ നോക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഒന്ന് കൊണ്ട് അങ്ങ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ബാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം പോസ്റ്റ് ആവേണ്ടി വന്നെങ്കിലും ആ ടൈമൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ചെന്നിരുന്ന് സംസാരിക്കാൻ കുറേ സമയം കിട്ടി. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ഹയ അവിടെ കളിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ അവൾ ഇറങ്ങുന്നുണ്ടോ ഒക്കെ എന്തെങ്കിലും ആവശ്യം വരും ഇതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ അവിടെ നല്ല വ്യൂ ആയിരുന്നു. ഞാൻ അതിൻ്റെ ആ മരത്തിൻ്റെ അടുത്തിരുന്ന് സെൽഫിയൊക്കെ എടുത്തപ്പോൾ എനിക്ക് വേറെ ഏതോ രാജ്യത്തെത്തിയതിൻ്റെ ആ ഒരു ഫീലായിരുന്നു. ആ ഒരു ട്രീ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഏട്ടനടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഹൈക്ക് ഇറങ്ങാനായിട്ട് 15 minutes ആയി. 15 minutes ആയെന്ന് പറഞ്ഞാൽ ആകെ വിയർത്ത് കുളിച്ചൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ അകത്ത് വന്നപ്പോഴും പറയുകയാണ് അയ്യോ തുടങ്ങാറായില്ലേ, ഇനി എത്ര നേരമുണ്ട്, എനിക്കിപ്പം കയറണം. ഇതൊക്കെയായിരുന്നു ബഹളം. അടുത്ത ഫ്ലോറിൽ നിന്നപ്പോൾ ആയിക്ക് ഇപ്പം തന്നെ കയറണം, കൊക്കോമെലൻ എന്താ തുടങ്ങാത്ത, ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പോലും അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവളൊന്ന് കൂളാക്കാനായിട്ട് ഒന്ന് എല്ലായിടത്തും കറങ്ങിയിട്ട് വരുമ്പോൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ പറഞ്ഞു അപ്പോൾ ഇപ്പം തുടങ്ങുമായിരിക്കും, നമുക്ക് പെട്ടെന്ന് പോവാം, എനിക്ക് ഫസ്റ്റ് കയറണം, നമ്മൾ ഫസ്റ്റ് എത്തിയതല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ 7 മണി ആവാറായപ്പോഴേക്കും സെക്യൂരിറ്റിയൊക്കെ അവിടെ വന്നായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ അലോ ചെയ്താൽ മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെല്ലാവരെയും കണ്ടപ്പോൾ ഹൈക്ക് ഒരു ആശ്വാസമായി. എന്തായാലും തുടങ്ങാൻ 1 മണിക്കൂർ കൊണ്ടാണോ വെയിറ്റ് ചെയ്യണേ? നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ടാഗ് ചെയ്യാനൊക്കെ വിളിച്ചു കേട്ടോ. അങ്ങനെ ടാഗൊക്കെ കിട്ടിയപ്പോഴാണ് ഹയയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നത്. കിട്ടിയല്ലോ, അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന സംഭവം തുടങ്ങാറായല്ലോ എന്നായി. അങ്ങനെ ഹയ ചെന്ന് അങ്ങനെ വെറുതെ നിന്നപ്പോൾ സെക്യൂരിറ്റി കറക്റ്റ് 7 മണിക്ക് അത് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഹയ അവിടെ കയറി കേട്ടോ. എന്തോരം സന്തോഷമാണെന്ന് നോക്ക്. അത്ര നേരം നിന്ന് തുറക്കാൻ പറന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് അലിമ്പുണ്ടാക്കി ഹയ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ട് കൊക്കോമെലൻ സ്റ്റേജിൽ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ ത്രൂ ഔട്ട് ഇങ്ങനെ കൊക്കോമെലനിലെ പാട്ടിട്ടിരിക്കുന്നത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇവരെല്ലാവരും ഇങ്ങനെ എന്താ ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതെന്ന് കാത്തിരുന്നപ്പോൾ 2 പേര് വന്നിട്ട് അതിനോടൊപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇവരും അത് കണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഡാൻസിങ് സെക്ഷൻ കഴിഞ്ഞ് എല്ലാവരോടും നേരെ ഇറങ്ങി ആ ഫസ്റ്റ് ടേബിളിന് ചുറ്റും ഇരുത്തി കേട്ടോ. ചുറ്റും ഇരുത്തിയിട്ട് കളേഴ്സും കൊടുത്തു. പിന്നെ കൊക്കോമെലൻ ലോഗോയുടെ ഒരു പിക്ചറും കൊടുത്തിട്ട് അവിടെ കളറിങ്ങിന് ടൈം കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ലോഗോ കൊടുത്തിരിക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ നോക്കി കളർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊരു കോമ്പറ്റീഷനൊന്നും അല്ല, ജസ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റി ആണ്. അത് കഴിഞ്ഞ ഉടനെ ആ പേപ്പർ പാരൻസിൻ്റെ കയ്യിൽ തരും. പിന്നെ അവർക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ക്രാഫ്റ്റ് ഏരിയ,
എക്സ്പെരിമെന്റ് കാണാൻ അങ്ങനെയൊക്കെ വിടും. ഞാൻ ഹയെ ശ്രദ്ധിക്കുന്നതിന്റെ ഇടയിൽ എന്റെ കൂടെ വന്ന ആളിന് ഞാൻ ശ്രദ്ധിച്ചു ഒരു ചെയറിന്റെ അകത്ത് കയറി സ്റ്റക്കായിട്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി കയറി ഇരുന്നപ്പോ പറ്റിയതാണോ എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ നല്ല രസമുണ്ടടി, അവിടെ വെറുതെ പോസ്റ്റായി നിൽക്കുന്ന നേരം കൊണ്ട് ഈ 15 മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നൊന്ന് മസാജ് ചെയ്തിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സ്റ്റക്കായി കുറേ നേരം ഏട്ടനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹയ അന്വേഷിച്ച് പോയില്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് എന്നെ അന്വേഷിക്കുമെന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് പൊക്കുമെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞോട്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരി കളറിങ് ഒക്കെ കഴിഞ്ഞു അടുത്ത എക്സ്പെരിമെന്റ് ടേബിളിൽ എത്തി കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പിള്ളേരെല്ലാം കണ്ടു നിന്ന് കേട്ടോ. ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ആ പുക വരുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കൗതുകത്തോടെ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും കയ്യിൽ അതുകൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഈ ബ്രിക്സ് എടുക്കുന്നതാണ്. ഇത് പിന്നെ ആ കളറിങ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ് പോലെ അവരുടെ കയ്യിൽ കൊടുക്കുന്നതാണ് കേട്ടോ. അത് അവിടെ സൈഡിലിരുന്ന് പേപ്പർ ക്രാഫ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഹയ ബ്ലോഗ്സ് ഒക്കെ ചെയ്യാനായിട്ട് പോയി. കുറേ സമയം ബ്ലോഗ്സ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആക്ടിവിറ്റി, ഒരു മാഗ്നറ്റിക് ബോർഡിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൺ ആക്ടിവിറ്റി പോലെയാണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറാവുമ്പോഴാണ് ഇവർ ഒരുപാട് കൗതുകത്തോടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്യുന്ന കേട്ടോ. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഓരോരുത്തരെയായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്ത ഒരാളൊക്കെ വന്നു തുടങ്ങുമ്പോൾ പിന്നെ ഇവർക്ക് കളിയൊക്കെ വിട്ടിട്ട് പിന്നെ അതിൻ്റെ കൂടെ പോയാൽ മതി എന്നായി കേട്ടോ. അത് കണ്ടു നിൽക്കാൻ തന്നെ നമുക്കും നല്ല കൗതുകമായിരുന്നു. കാർട്ടൂണിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ക്യാരക്ടേഴ്സ് കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരൊക്കെ ഒരു ഡ്രീം വേൾഡിൽ എത്തിയതുപോലെ അതിനെ തൊടണം, കെട്ടിപ്പിടിക്കണം, ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഹയയും ചെന്ന് കയ്യിലൊക്കെ പിടിച്ച് നോക്കുകയാണ്. ഹയ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അടുത്ത കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് ഓടിച്ചെന്ന് അതിനെ കെട്ടിപ്പിടിച്ചൊക്കെയാണ് സ്റ്റേജിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. കളറിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇവർ നമ്മളെ തിരിഞ്ഞ് നോക്കി ഞാൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് വന്നതിന് ശേഷം പിന്നെ ഹയൊന്നും ഇങ്ങോട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അതിൻ്റെ പുറകെ ആയിരുന്നു ഓരോരുത്തരെയും മാറി 3 ക്യാരക്ടേഴ്സാണ് വന്നിട്ടുണ്ടായിരുന്നത്. 3 ക്യാരക്ടേഴ്സിനെയും മാറി നോക്കി തൊട്ട് നോക്കി കെട്ടിപ്പിടിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കായിരുന്നു. പിന്നെ അവർ എല്ലാവരും കൂടെ ആയിട്ടൊരു ഡാൻസിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എല്ലാവരെയും ലൈനായിട്ട് നിർത്തിയിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ചെറിയൊരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് കൊടുക്കുന്നു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്തായാലും പോയി തന്നെ കാണുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ സർപ്രൈസിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. 1 hour കൊണ്ട് ആക്ടിവിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ഹയയും വിളിച്ചു. അങ്ങനെ ഹയയുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കൊക്കോമെലനിലെ ജേജയുടെ അടുത്ത് പോയി ജേജയെ ഹഗ് ചെയ്തൊക്കെ ഹയക്കും ഗിഫ്റ്റൊക്കെ കിട്ടി. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് ഹയ ഓടിച്ചാടി ഇറങ്ങി വരികയാണ്. പിന്നെ ആ സ്റ്റേജിൽ ഹയെ നിർത്തി ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നിർത്തി. അങ്ങനെ ഹയയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഹയ തിരിച്ചിറങ്ങി വരികയാണ്. ഞാൻ പിന്നെ പറയാണ് ഓടി ഇറങ്ങി വാ, നമുക്കതിൽ നീന ഇവിടെ ഉണ്ട്, നീനയുടെ കൂടെ നിന്നൊരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഹയ ആ കാർട്ടൂൺ ക്യാരക്ടറായ നീനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ബാക്കി 2 പേര് പെട്ടെന്നങ്ങ് പോയി കേട്ടോ. എടുത്ത് നമുക്ക് ചോദിച്ചു നോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ഇഷ്ടമായോ എന്നൊക്കെ. ഒരുപാട് ഇഷ്ടമായ, എൻജോയ് ചെയ്താ. ഇനി ഇതുപോലെ ക്യാമ്പ് വെച്ചാൽ വരുമോ?
ആരെയാണ് ഇഷ്ടമായ അതില്? അതിലെനിക്ക് ആ കോക്കോമലൻ. ആണോ? ഏത് സെക്ഷനായിരുന്നു ലാസ്റ്റാ ഇതൊക്കെ വന്നതാണോ? ജെജെയാ? ഓ ജയൊക്കെ വന്നത്. ഓക്കെ. അങ്ങനെ ഞങ്ങൾ ആ കോംപ്ലിമെൻ്ററി കൂപ്പണൊക്കെ കൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അത് ടോണി ആൻഡ് ഗൈൽ നിന്നാണ് ഇവർക്ക് കിഡ്സിൻ്റെ ആ നെയിൽ പോളിഷ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ അവിടെ പോയിട്ട് നെയിൽ പോളിഷ് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഹൈ ഞാൻ കൊണ്ടുപോവാണേ. പിന്നെ ഈ വക പരിപാടികൾക്ക് അവളെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എൻ്റെ കൂടെ ഓടിച്ചാടി വന്നു. ആദ്യം ഹൈ വിചാരിച്ചത് ജസ്റ്റ് ഒരു നെയിൽ പോളിഷ് ആപ്ലിക്കേഷൻ, വെറുതെ ഒന്ന് നെയിൽ പോളിഷ് ഇട്ടിട്ട് വിടും, നെയിൽ ആർട്ടൊന്നും ചെയ്യുമെന്ന് അവൾ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോൾ ഭയങ്കര എക്സ്ട്രാ സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ട് കയ്യിൽ നെയിൽ ആർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിൽ നിൽക്കായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ ചിക്കിങ്ങിലേക്ക് പോയി. കോക്കോമലന്റെ ഇല്ലേ പ്രിന്റ് മൂന്നേലും ഒന്നിച്ച് കഴുത്തിൽ ഇങ്ങനെ കൈ ഇട്ടുകൊണ്ടിരിക്കണ ഒരു പ്രിന്റ് ഫ്രണ്ടിൽ വേണം എന്നല്ലേ ഫ്രണ്ട്. ഈ ചിക്ക് പോപ്പാണ് കേട്ടോ കിഡ്സിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ചിക്കിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡേ ഹയ ഒരുപാട് എൻജോയ് ചെയ്തു. എന്തായാലും ഈ 1 അവറിൻ്റെ കൊക്കോമെലൻ സമ്മർ ക്യാമ്പ് ഒരുപാട് ഇഷ്ടമായി. എന്തായാലും ഞങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്കും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോവുക. അവരെന്തായാലും ഇഷ്ടപ്പെടും. ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ നേരിട്ട് കാണുന്നതേ അവർക്ക് ഒരു ഡ്രീം ആയിരിക്കും. ഈ ഒരു സമ്മർ വെക്കേഷൻ എന്തായാലും മെമ്മറബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമ്മർ ക്യാമ്പ് നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ.